ഇറാനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചാൽ സിറിയയിലെ അസാദ് ഭരണകൂടത്തിനെതിരായ ഉപരോധങ്ങൾ നീക്കാൻ അമേരിക്ക തയ്യാറായേക്കുമെന്ന് റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇറാനിൽ നിന്ന് ലബനനിലെ ഹിസ്ബുള്ളയ്ക്ക് ആയുധം എത്തിക്കാൻ സിറിയൻ ഭൂമി ഉപയോഗിക്കുന്നതും അസാദ് ഭരണകൂടം അവസാനിപ്പിക്കണം. അമേരിക്കയും യുഎഇയും ഇക്കാര്യം ചർച്ച ചെയ്തു. സിറിയൻ വിമതർ ആലെപ്പോ നഗരം പിടിച്ചെടുക്കാൻ ആക്രമണം തുടങ്ങുന്നതിന് മുൻപാണ് ചർച്ച നടന്നത്. സിറിയയ്ക്കെതിരായ ഉപരോധങ്ങൾ നീക്കുന്നതിൽ ഇസ്രയേലിനും എതിർപ്പില്ലെന്നാണ് സൂചന. അതേസമയം ഇറാനെ ഒഴിവാക്കാൻ സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസാദ് തയ്യാറാകുമോ എന്നതിൽ വ്യക്തതയില്ല. വിമതരെ നേരിടുന്നതിൽ അസാദിന് ഇറാൻ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 2011 ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ തുടങ്ങിയപ്പോഴാണ് അമേരിക്കൻ ഭരണകൂടം സിറിയയ്ക്കെതിരെ ഉപരോധങ്ങൾ ചുമത്താൻ തുടങ്ങിയത്. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് അമേരിക്ക ശക്തമായ ആശങ്കകളാണ് നിലവിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഒരു ന്യൂക്ലിയർ ബോംബിന് ആവശ്യമായ ആയുധ ഗ്രേഡ് മെറ്റീരിയൽ നിർമ്മിക്കാൻ ഇറാൻ ഒരുപക്ഷെ 1-2 ആഴ്ചകൾ വേണ്ടിവരുമെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ ജൂലൈയിൽ പറഞ്ഞിരുന്നത്. ഇറാൻ മികച്ച ഒരു ആണവശക്തിയാണെന്ന് ഇപ്പോൾ ഫ്രാൻസിന്റെ രഹസ്യാന്വേഷണ മേധാവിയുടെ മുന്നറിയിപ്പ് കൂടി വന്നതോടെ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇസ്രയേലുള്ളത്. ഗാസയിലെ സംഘർഷത്തെ ചൊല്ലി ഇറാനും ഇസ്രയേലും തമ്മിൽ ഇപ്പോഴും ശക്തമായ തർക്കം നിലനിൽക്കുകയാണ്. ലബനനിൽ അമേരിക്ക മുൻകൈയെടുത്ത് വെടിനിർത്തൽ കൊണ്ടുവന്നെങ്കിലും അത് എത്ര നാളെന്ന ചോദ്യവും പ്രസക്തമാണ്. ഇറാൻ നിയന്ത്രിക്കുന്ന ഹിസ്ബുള്ളയും യമനിലെ ഹൂതികളും ഇറാൻ ഭരണകൂടം പറയുന്നത് എന്താണോ അതാണ് പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ ഇറാൻ ആണവ കരുത്താർജിക്കുന്നതിനായാണ് ഈ സായുധ സംഘങ്ങൾ കാത്തുനിൽക്കുന്നതെന്ന സംശയവും ശക്തമാണ്. സിറിയയിൽ വിമതർക്ക് ആയുധങ്ങൾ നൽകി സംഘർഷം സൃഷ്ടിക്കുന്നതും അവിടുത്തെ ഇറാന്റെ കോൺസുലേറ്റിനെതിരെ ആക്രമണം നടത്തിയതിന് പിന്നിലും അമേരിക്കയും ഇസ്രായേലുമാണെന്ന് ഇറാൻ ആരോപിക്കുന്നത്. ഇവിടെ സിറിയൻ സേനയുമായി ചേർന്ന് കലാപകാരികൾക്ക് എതിരെ റഷ്യൻ സേന വ്യാപകമായി ബോംബാക്രമണം നടത്തിവരികയാണ്. ഇവരോടൊപ്പം ചേർന്ന് തിരിച്ചടിക്കാനാണ് ഇറാനും രംഗത്തിറങ്ങിയിരിക്കുന്നത്. യുക്രൈൻ റഷ്യ യുദ്ധം കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ സിറിയയിൽ ബോധപൂർവം കുഴപ്പം സൃഷ്ടിക്കാൻ അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന നീക്കങ്ങളെ റഷ്യയും ഗൗരവമായാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ പ്രഹരിക്കാനാണ് സൈന്യത്തിന് വ്ളാഡിമിർ പുടിൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇറാനുമായും ഉത്തര കൊറിയയുമായും നിരന്തരം ആശയവിനിമയം നടത്തുന്ന റഷ്യ സിറിയയിൽ പുതിയ പോർമുഖം തുറന്ന സാഹചര്യത്തിൽ ചൈനയുമായും ഹോട്ട്ലൈൻ സ്ഥാപിച്ചിട്ടുണ്ട്.